ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ്. ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ തണുത്ത വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. തണുത്ത വെള്ളം ഫസ്റ്റ് തന്നെ കുടിച്ചു വിടുന്നാലും ഞാൻ കുടിച്ചാണ്. നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം മുക്കാനാണ് എന്നും മുക്കലുണ്ട്. പക്ഷെ ഇത് ഭയങ്കര തണുത്ത വെള്ളമായിപ്പോയി. രാവിലെ തന്നെ അതിൽ മുക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് നല്ല മുഖമൊക്കെ തട്ട ഐസ് പോലെ ആയിരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഒരുങ്ങുക. ഈ സെറ്റാഫീലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. എൻ്റെ മുഖത്തൊരു കാൽസ്യക്കുറവിൻ്റെ ഒരു വെള്ളപ്പാട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്രീം തേക്കുന്നുണ്ട്. ഇത് കുറച്ച് തേക്കുക, കാരണം കുറച്ച് തേച്ചാൽ തന്നെ ഭയങ്കര സ്റ്റിക്കി ആട്ടോ അത്. അതുകൊണ്ട് കുറച്ച് ഞാൻ തേക്കുള്ളൂ എപ്പോഴും. ഇത് തന്നെ കുറച്ച് അധികമായിട്ട് ഞാൻ ബാക്കി അൽമാറിൻ്റെ ഉള്ളിൽ തേച്ചതാണ്, അൽമാറിൻ്റെ പുറത്ത്. ഞാൻ ആടെയാണ് മിററുള്ളത്, അതിൻ്റെ ബാക്കിലും ഉണ്ട്. ആ ബാക്കിലത്തെ നിങ്ങൾക്ക് കാണാം, പക്ഷേ ഞാൻ പഠിത്തമുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നോക്കുക. ഞാൻ തേച്ച് കണ്ട ഭയങ്കര ഓയിലി ആൻഡ് സ്റ്റിക്കി. അതിൻ്റെ ഇടയിൽ കൂടി കണ്ണിലും പോയി ചെയ്യാൻ എപ്പോഴും തേക്കുമ്പോൾ അങ്ങനെ കണ്ടു പോകലുണ്ട് സ്ഥിരം. എന്നിട്ട് ഇനി നമ്മൾ കുറച്ച് പൗഡർ ഇടുക. ഞാനിത് വീഡിയോ എടുക്കണോണ്ട് ഒരുങ്ങുന്ന കേട്ടല്ലേ, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ മറന്നു. ഞാൻ പൗഡർ കുറച്ചിട്ട് മുഖത്ത് വീഡിയോ എടുക്കണം. അതിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട. ഇത് നോർമൽ ഡേൻ്റെ ഒരു വീഡിയോ ആട്ടോ, അതിന് വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഒരു ലേസി ഡേൻ്റെ വീഡിയോ ആണ്, ലേസി ഡേ ഇൻ മൈ ലൈഫ് അത്. പിന്നെ ഞാനൊരു മാമാർത്തിൻ്റെ ലിപ് ബാം തേക്കുന്നുണ്ട്, സ്ട്രോബെറി ലിപ് ബാം. ഈ വീഡിയോക്ക് എത്ര ക്വാളിറ്റി ഉണ്ടാവും എനിക്കറിയില്ല, കാരണം ഇതിൻ്റെ സ്റ്റോറേജ് ഇല്ലായിട്ട് നമ്മളിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ക്രോപ്പ് ചെയ്തൊക്കെ വേണം എടുക്കാൻ. ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും എന്നാലും, ബട്ട് ഓക്കെ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റിയിലിട്ടാൽ ചിലപ്പോൾ നല്ല കിട്ടും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട് ബ്രെഡും ജാമും തിന്നാണ്. ചായയും പിരം കുടിച്ചിട്ട് തിന്നാണ്. എനിക്ക് ചെറിയ ജലദോഷം ഉണ്ടാവുകയാണ്, ഇടയിലൊരു വലിവൊക്കെ വരണേ. പിന്നെ എൻ്റെ പന്ന പൂച്ചനെ കളിപ്പിക്കുന്നു. ഇതിനൊന്നും കളിപ്പിച്ചില്ല ഒരു സമാധാനമാവില്ല. എന്നും ഇങ്ങനെ പിടിച്ച് ഈ കളിപ്പിക്കല്ലേ, വെറുപ്പിക്കുക എന്നെങ്ങനെയാണ് പറയാം. ഇതിനെ പിടിച്ച് നെക്കും ഞാൻ. നല്ല രസം ഇതിനെ കളിപ്പിക്കാനല്ല വെറുപ്പിക്കാൻ. ഇങ്ങനെ വെറുതാക്കുക ഇതിനെ, അത്ര തന്നെ. കുറേ അങ്ങനെ ഇതിനെ കളിപ്പിച്ച് വീഡിയോയിൽ ഇച്ചിരിയേ ഉള്ളൂ, 3/4 മണിക്കൂറിന് അതിനെ കളിപ്പിച്ചിട്ടോ. ഇങ്ങനെ ഞാൻ ആക്കിയിട്ട് കുറേ ഇങ്ങനെ കളിപ്പിക്കും. അത് ലാസ്റ്റ് കടിക്കുന്ന സ്റ്റേജിലെത്തുമ്പോൾ ഞാൻ നിർത്തും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. പിന്നെ നമ്മൾ സബ്സ്ക്രൈബറിനെ മീറ്റിംഗ് ചാലഞ്ച് ചെയ്തു. അത് ഫുള്ള് ഇതിലില്ല, അത് നമ്മൾ ചാനലിലുണ്ട്, ഇട്ടിട്ടുണ്ട്, പോയി കണ്ടു നോക്കും കേട്ടോ. പിന്നെ കുറച്ചൊരു ക്രോഷേ ചെയ്യാണ്. ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ടാക്കാണ്ട് എനിക്ക് ഉണ്ടാക്കി. പിന്നെ ലഞ്ച് കഴിക്കുക. ഇതൊന്ന് തീരാനായപ്പോഴാണ് വീഡിയോ എടുത്ത്. മുട്ട പൊരിച്ചോ മീൻ കറിയും ചോറും പപ്പടമൊക്കെ ഉണ്ട്. ഞാൻ കുളിക്കാൻ പോയി. ഞാൻ കുളിച്ച് വന്നു, ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി. ഇനി ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യണം. ഇത് ഉണ്ടാവണം കേട്ടോ. കുളിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പൗഡർ ലിപ് ബാം ഇടുക. പൗഡർ ഇട്ടു. രണ്ടാമത് നമുക്ക് കുറച്ച് ലിപ് ബാം ഇടാം. രാവിലെ കാണിച്ചാലും ലിപ് ബാം. ലിപ് ബാം നല്ല ലിപ് ബാം കേട്ടോ, എനിക്ക് ഇഷ്ടമായി. ലിപ് ബാം അധികം ഇടലുണ്ട്. മാമാർത്തിൻ്റെ സ്ട്രോബെറി ഫ്ലേവർ. പിന്നെ കുറച്ച് സ്പ്രേ അടിച്ചു. ഏത് സ്പ്രേ ആണെന്ന് കൺഫ്യൂഷനാണ്. ഞാൻ ഉപ്പൻ്റെ സ്പ്രേ നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളൊന്നുമില്ല. സെൻറ്റിൻ്റെ സ്പ്രേ എടുത്ത് അടിച്ചു. നല്ല മണം നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുക. എനിക്കിഷ്ടമായിട്ട് ഇതിൻ്റെ മണം, അടിപൊളിയാണ്. നമ്മൾ സ്പ്രേ ഒക്കെ അടിച്ചു.
ഇനി കുറച്ച് നേരം ടി വി വാച്ചിങ് ആണ്. ഫോണിലെ വെടി തീർന്നപ്പോൾ ടി വിയിലേക്ക് വന്നു. ജാക്കി ചാൻ ഉണ്ട്. ഇനി കുറേ കാലത്തിന് ശേഷം ഞാൻ ജാക്കി ചാൻ കാണുന്നത്. അതിൻ്റെ സന്തോഷമാണ് കാണുന്നത്. പിന്നെ നമ്മൾ ചായ കുടിച്ചു. ചായയും ബിസ്ക്കറ്റും ഇരിക്കടിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കൂട്ടി നമ്മൾ അതുപോലെ നമ്മൾ സാറ്റ് കളിക്കുകയാണ് കേട്ടോ. ഷീനാപ്പിൻ്റെ പേര് 5-3 നമ്മൾ ഞാൻ 2 റൗണ്ട് പെട്ടെന്ന് കളിച്ച്. ഇനി അടുത്ത ഷീനാപ്പാണ് എണ്ണാൻ. ഇവളാണ് എണ്ണാൻ. ഓളാണ് എണ്ണാൻ. ഇനി ഓളാണ് എന്തായാലും. അപ്പം നമുക്ക് ഒളിക്കാം. 2 ആളേ ഉള്ളൂ കേട്ടോ സെറ്റിന്. 50 വരെ പറയുന്നുണ്ട്. ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാം. ഞാൻ ഓളെണ്ണ ഞാൻ ഒളിക്കാൻ മണ്ടാണ്. ഞാൻ കുറേ ക്ലിപ്പ് എടുത്ത് വെച്ച്. പിന്നെ വീഡിയോ ഭയങ്കര ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പോക്കിയതാണ്. എൻ്റെ സ്റ്റോറേജ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒഴിച്ച് കുറേ നേരം ഞാൻ നടന്നോളുടെ നോക്കണേ അല്ല. എൻ്റെ മണ്ടത്തരം കൊണ്ട് തന്നെ ഒന്നെ കണ്ടുപിടിച്ചു. ഞാൻ വെറുതെ തല പൊക്കിയൊന്ന് നോക്കിയിന്. കുറേ കഴിഞ്ഞപ്പോൾ ഒന്നെ കണ്ടുപിടിച്ച് എന്താക്കാനാ. പിന്നെ കഴിഞ്ഞിട്ട് മദ്രസ പോകാൻ റെഡി ആവുകയാണ്. ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ റൗണ്ടൊക്കെ ഇട്ട് പർദ്ദയൊക്കെ ഇട്ട് ആ ലൈറ്റ് ഭയങ്കര ഇതായിട്ട് ഞാൻ പൊക്കി. നമ്മൾ ക്ലിപ്പ് ചെറിയൊരു ക്ലിപ്പ് എടുത്ത് കുത്തി. എൻ്റെ വേറെ ക്ലിപ്പൊന്നും കാണുന്നില്ല. എത്രയോ ക്ലിപ്പുണ്ട്. ഒക്കെ ഏടെ നല്ലതൊക്കെ അറിയാം. ഇപ്പം ഞാൻ ഈ കണ്ട ഒരു ക്ലിപ്പ് എടുത്തിട്ട് പിന്നെ ഞാൻ ഫെയർ ലവ്ലി ഞാൻ കുറേ പുറത്തുനിന്ന് കളിച്ചിട്ട് മുഖം ചത്ത ലുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഫെയർ ലവ്ലി എപ്പോഴൊന്നും ഇടല്ല. അങ്ങനത്തെ കുറേ കളിച്ച് ടയേർഡായി ചത്ത ലുക്കാണെങ്കിലേ ഇടുള്ളൂ. നമ്മൾ കുറച്ചെടുത്തിട്ടു. എന്നിട്ട് നമ്മൾ ഇനി കുറച്ച് പൗഡർ ഇടുക. പൗഡർ പിന്നെ മസ്റ്റ് ഹാവ് ആണല്ലോ. അതേപോലെ പൗഡർ ഇല്ലാണ്ട് നമ്മൾ നടക്കില്ലല്ലോ. ഞാൻ ഈ പൗഡറൊക്കെ ഇട്ടു. എന്തിട്ട് കഴിഞ്ഞാലും എൻ്റെ ഒരു ഇളി നിങ്ങൾ സഹിക്കണം. ഇളിയും ആ ഒരു ഇടണുള്ള ഒരു തംസപ്പും ഒരു ക്യൂട്ട്നെസ് വരികയാണ്. ഇനി നമുക്ക് നമ്മുടെ ഹിജാബ് ട്യൂട്ടോറിയൽ കാണിച്ചിട്ട് ട്യൂട്ടോറിയൽ എന്നൊന്നും പറയണ്ട. ചെറിയൊരു ഞാനിങ്ങനെ ഷാൾ ഇടുക. മദർസ് ക്ലാസ് കഴിയാനാകുമ്പോൾ എൻ്റെ കോലം വേറെ ആയിരിക്കും. മഫ്തൊക്കെ ഏതോ വൈക്ക് പോവും. സോറി ഷോളൊക്കെ ഏതോ വൈക്കായിരിക്കും ഉണ്ടാവും. പിന്നെ 2ാമത് മദർസന്ന് കുത്തും. അങ്ങനെ എന്നും ഉണ്ടാവും. വിശ്വാസിക്കാൻ നേരത്തേക്കും എപ്പോഴും പോവുക. എന്താ കറക്റ്റ് ടൈം നിൽക്കറിയില്ല. എങ്ങനെയൊക്കെ ഞാൻ സ്ഥിരം എങ്ങനെ ആട്ടോ ഇടുക. നിങ്ങൾക്ക് വൈറ്റ് ഷോളെ അലൗഡ് ഉള്ളു മദർസയിൽ. ഞായറാഴ്ച എനിക്ക് രാത്രി ക്ലാസ്സാണ്. ഞായറാഴ്ച രാവിലെയാണ്. അപ്പോൾ നമുക്ക് കളർ ഷോളൊക്കെ ഇടാം. ഞാൻ ബ്ലാക്ക് ജേഴ്സി ഷോൾ ഇടുക. ഇത് നമുക്ക് വൈറ്റ് ഷോൾ തന്നെ വേണം. മീൻസ് ഞങ്ങളെ ക്ലാസ്സിന് അത് നിർബന്ധം പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്. സദർ ഉസ്താദിൻ്റെ ക്ലാസ്സിലുള്ളവരൊക്കെ കളർഫുൾ ഷോൾസൊക്കെയാണ് ഇടുക. ജേഴ്സിയൊക്കെ അങ്ങനെയാണ്. ഓരോട് പറഞ്ഞാലും അതിനെ ഇട്ടുള്ളൂ. 8ാം ക്ലാസ് അതിൻ്റെ ഒരു ഇതിൽ. ഞാൻ പിന്നെ 6ലാണ് മദർസിൽ. ഞാൻ പിന്നെ കുത്തി. എൻ്റെ പിന്നെ എപ്പോഴും സേഫ്റ്റി പിന്നൊക്കെ മുഖത്തിൻ്റെ ആ ഭാഗത്തുണ്ടാവുക. കഴുത്തിലൊന്നും ആയിരിക്കില്ല. എൻ്റെ മനസ്സിലുള്ളവർക്ക് അറിയാം ഞാൻ എങ്ങനെ ഇരിക്കുന്നു. ഞാൻ 2ാമത് കുത്തുക ചെയ്യാം. പിന്നെ സെറ്റായി. പിന്നെ ഞാനൊരു വള ഇട്ടു. ലാസ്റ്റ് ഈ വള എല്ലാം ഇട്ടിട്ടുണ്ട്. ആ വള മാറ്റും. എനിക്ക് ആ വള അത്ര ഇഷ്ടമില്ല. പിന്നെ ഒരു മോതിരം ഇട്ടുണ്ട്. പിന്നെ മോതിരിട്ട് മദർസ പോയാൽ എന്തോ ഒരു മോതിരത്തിൻ്റെ കഥ പറഞ്ഞു ഉസ്താദ്. എല്ലാവരും എന്നെ നോക്കിയിരുന്നു. പിന്നെ മദർസൊക്കെ വിട്ട് വന്ന് എൻ്റെ കോലം കണ്ടോ. പോയ കോലത്തിലല്ല വന്നത്. 2ാമത് കുത്തിയിട്ട് കുറേ കയറ്റം കയറി വന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ സർവത്ത് കുടിച്ചിരുന്നു കേട്ടോ. പറയാൻ പറഞ്ഞു. ഇപ്പോൾ കുടിച്ചില്ല. ഇതൊക്കെ ഊരി കഴിഞ്ഞിട്ടാണ് കുടിച്ചത്. പിന്നെ ഇതൊക്കെ ഊരിയിടുമ്പോഴുള്ളൊരാശ്വാസം എൻ്റെ എന്നാണ് വേർത്ത് കുളിച്ചാൽ വരിക. എനിക്ക് നല്ലൊരു കയറ്റം കയറാനുണ്ട്. അതൊക്കെ കയറി വന്നാൽ ഇതൊക്കെ ഒന്ന് മാറ്റണം. മേക്ക് കഴിക്കാനാണ് നല്ല സുഖം. പക്ഷേ മേക്ക് കഴിക്കാൻ എനിക്ക് മടിയാണ്. ഇതാണ് ലേസി ഡേ മൈ ലൈഫാണ് മൊത്തത്. ഇതിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഒന്നെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജ്വല്ലറി എൻ്റെ ഇത്
ഒന്ന് ക്ലീൻ ചെയ്യണം വിചാരിച്ചാൽ അത് നടന്നില്ല. പിന്നെ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. അങ്ങനെ എക്സെട്ര. ആ മേക്കപ്പ് ഏരിയ ക്ലീനിങ് നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഷോർട്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഞാൻ ഒക്കെ വലിച്ചൂരിയപ്പോഴേക്കും സമാധാനം. പിന്നെ സർവത്ത് കുടിച്ച്. പിന്നെ ഞാൻ ഈ ചപ്പാത്തിയും ഒരു മീൻ കറിയും തിന്നു. മീനൊന്നും എടുത്തില്ല, ഞാൻ കറി മാത്രം എടുത്ത് തിന്നു. എന്നിട്ട് പിന്നെ ഈ സാധനത്തിനെ കുറേ വെറുപ്പിച്ച് ഈ പൂച്ചക്കുട്ടീനെ കുറേ വെറുപ്പിച്ച് ഞങ്ങൾ മോട്ടർ ഇട്ട് പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു. എന്താണെന്നല്ല, മോട്ടർ ഇട്ടാൽ പുറത്ത് ഇങ്ങനെ ഇരിക്കണം. അകത്താണ് സ്വിച്ചൊക്കെ, പക്ഷെ പുറത്തിരുന്ന് സുഖമാവില്ല. അങ്ങനെ ഇതിനെ കുറേ വെറുപ്പിച്ച് നമ്മൾ ഉറങ്ങാണ് കേസ്. ഏസിട്ട് നമ്മൾ കിടന്നു. ഈ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.